അതെ, ഒന്ന് കരച്ചിൽ നിർത്ത്. നിക്ക്, ഞാൻ നിന്നെ തീർച്ചയായിട്ടും സഹായിക്കാം. എനിക്ക് വേണം. നോ പ്രോബ്ലം, ഇന്നാ പിടിച്ചോ. ആരെങ്കിലും ചോദിച്ചു സ്കിപ്പിംഗ് റോപ്പ് ഹണിയാണ് തന്നതെന്ന് പറഞ്ഞാ മതി. എനിക്ക് ഒരെണ്ണം തരാമോ? എനിക്കും കൂടെ വേണം. എന്നാ പിടിച്ചോ. ഇതാ നിനക്കുള്ളത്. നീ ഇത്രയും മുടി കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? ഈ മുടി കൊണ്ട് ഞങ്ങൾ പട്ടം പറത്താൻ പോവാ. ഇതെല്ലാം കൂട്ടിക്കെട്ടി ഞങ്ങൾ റോൾ ഉണ്ടാക്കും. പിന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് പട്ടം കെട്ടിവെക്കാൻ വേണ്ടിയാണ്. എനിക്ക് 30 കൂട്ടുകാർ വേറെയുമുണ്ട്. അവർക്കും പട്ടം പറപ്പിക്കാൻ ഭയങ്കര ഇഷ്ടാ. 30 കൂട്ടുകാരോ? ചെണ്ടു, ബിണ്ടു, ബബ്ലു, ഡബ്ലു, ഗോലു, ബാലു, നിങ്ങൾക്ക് എത്ര മുടി വേണമെങ്കിലും ദാ ഇവിടെ നിന്ന് പഠിച്ചോണ്ട് പൊക്കോ. ഈ വണ്ടി ഒന്ന് പെതുക്കെ ഓടിക്ക്. ഇതിന്റെ സ്പീഡ് അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല. ഇത് തീരുമാന കമ്പനിയുടെ കാറാണ്. ഇതാണ് എന്റെയും തീരുമാനം. ഐ ലവ് സ്പീഡ്. ഇതാ നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മളിതാ ഇവന്റിന് എത്തിയിരിക്കുന്നു. ഇവന്റിനല്ല, നമ്മൾ ഐസ്ക്രീം ഷോപ്പിലാണ് എത്തിയത്. കാരണം ഇത് കാറിന്റെ തീരുമാനമാണ്. ഐസ്ക്രീം കഴിക്കാനാണ് എന്റെ തീരുമാനം. വല്യു, ഇന്ന് കമ്പനിയുടെ ഇനാഗ്രേഷൻ ആണ്. മാത്രമല്ല കാർ നമ്മുടെ കയ്യിലുമാണ്. അഥവാ നമ്മൾ സമയത്തിന് എത്തിയില്ലെങ്കിൽ ടിഗു ആകെ ടെൻഷൻ ആവും. വേഗം ഞങ്ങൾ അവിടെ എത്തിക്ക്. എന്നാ പിന്നെ വേഗം തന്നെ എത്തിക്കാം. ഇത് കൊള്ളാലോ. നിന്റെ ഫേസ് ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ തോർത്താറേ. എവിടുന്ന നീ മേക്കപ്പ് ചെയ്തേ? നീ എവിടെന്നാ മേക്കപ്പ് ചെയ്തെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബ്രേക്ക് ഫെയിലായി. ഇനി നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? ഐഡിയ. ഞങ്ങളുടെ വീട്ടിനകത്ത് കയറിയിട്ട് നീ എന്തിനാ വരും പറയുന്നത്? ഞങ്ങളല്ലേ വരും പറയണ്ടേ? ഞാൻ വാവൂന്നാണ് പറഞ്ഞത്. നീ ശരിക്കും ഒരു തമാശക്കാരനാ. താങ്ക് യു. അല്ല, നീ ഇവിടെ എന്ത് ചെയ്യുവാണ്? ഞാനൊരു പ്രത്യേക കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. അതായത് ഇതുവരെ ആരും അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. നീ ഇനി 2 കൊമ്പുള്ള പൂച്ച എങ്ങനെ കണ്ടുപിടിച്ചോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. എന്റെ കണ്ടുപിടുത്തം ദാ ഇതാണ്. അയ്യോ, അബദ്ധത്തിൽ എന്റെ കളിപ്പാട്ടമാണ് പുറത്തേക്ക് വന്നത്. എന്റെ കണ്ടുപിടുത്തം ദാ ഇതാണ്. മുടി വളർത്തുന്ന എണ്ണ. കൊള്ളാം. നീ എന്തായാലും മുടി വളർത്തുന്ന എണ്ണ ഇപ്പൊ കണ്ടുപിടിച്ചത് വളരെ നന്നായി. കാരണം എന്താന്ന് വെച്ചാലേ, ഞാൻ ഇതിനു മുമ്പ് മുടി വളരാൻ വേണ്ടി പല്ല് തേക്കുന്ന പേസ്റ്റാ ഉപയോഗിച്ചോണ്ടിരുന്നത്. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, ഇതിന് നീ വില കുറച്ച് കാണേണ്ട ഹണി. ഈ എണ്ണ മുടിയിൽ തേച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിളക്കമുള്ളതായും മൃദുവായും മാറും. നിങ്ങളുടെ ഫേസ് എങ്ങനെയാണെങ്കിലും ജനങ്ങൾ ശ്രദ്ധിക്കും നിങ്ങളുടെ കേസ്. ഫ്രണ്ട്സ് നിങ്ങളെ ചെയ്യും ചേസ്. കൂടാതെ ചോദിക്കും, എങ്ങനെ കിട്ടി നിങ്ങൾക്ക് ഇത്രയും ഭംഗിയുള്ള ഹെയർ? അതെ ചേട്ടന്മാരെ, ഒരു മിനിറ്റ് ഒന്ന് നിക്കണേ. എന്താ അത് പിന്നെ എന്റെ ചവറടിക്കുന്ന ചൂല് കാണുന്നില്ല.
അത് കണ്ടുപിടിക്കാനായി എന്നെ ഒന്ന് സഹായിക്കാമോ? ചേട്ടൻ പോയി ആ ഭാഗത്ത് നോക്ക്. ചേട്ടൻ പോയി ആ മൂലയ്ക്ക് നോക്ക്. അങ്ങനെ ആ പണിയും തീർന്നു കിട്ടി. തീർന്നെന്നല്ല, കാണാനില്ല നിങ്ങളുടെ ചൂല്. എന്റെ ജോലിയെല്ലാം തീർന്നെന്നാ ഞാൻ പറഞ്ഞേ. നിങ്ങളുടെ ഈ മുടി ചൂല് പോലെ എന്റെ ജോലി എല്ലാം ചെയ്തു തീർത്തു. മാത്രമല്ല സമയവും ലാഭിക്കാൻ പറ്റി. ഇനി ഞാൻ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണും. ബൈ. ഇവിടെ അങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നതായിട്ട് തോന്നുന്നില്ലല്ലോ. സംശയമുണ്ടോ? നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്കാണെങ്കിൽ വഴി തെറ്റിപ്പോയി. അതാ ഞാൻ ഇവിടെ എത്തിയത്. ദേ നോക്കേ. പൂച്ചകളിലും മനുഷ്യന്മാരിലും ഒരുപാട് കഴുതകളെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ GPS-ലും ഒരെണ്ണത്തിനെ കണ്ടു കിട്ടി. ഇതിനെ ഇപ്പൊ ടൂ മച്ച് എന്ന് പറയേണ്ടി വരും. അയ്യോ, ടൂ മച്ച് എന്ന് പറയുമ്പോ എന്റെ വലിയച്ഛനായിരുന്നു ശരിക്കും ടൂ മച്ച്. ഒന്നും പറയണ്ടേ, എപ്പ വെള്ളം ചോദിച്ചാലും അപ്പൊ വെള്ളം കൂടി തരുമായിരുന്നു. ഇതിൽ ടൂ മച്ച് എന്താണ് ഉള്ളത്? ഞാൻ ഗ്ലാസ്സിലാണ് ചോദിച്ചിരുന്നത്. വലിയച്ഛൻ മഗ്ഗിലെടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പൊ ടൂ മച്ച് ആയില്ലേ? എന്റെ ബോഡിയിൽ അന്നുണ്ടായിരുന്ന വെള്ളം ഉപയോഗിച്ച് വേണമെങ്കിൽ 1-2 സ്കൂട്ടർ വാഷ് ചെയ്തെടുക്കാമായിരുന്നു എനിക്ക്. കൂട്ടുകാരെ, ഇനി ഇത് സഹിക്കാൻ പറ്റില്ല. ഈ വണ്ടിയെ തോളിലേറ്റിക്കൊണ്ട് പോകേണ്ടി വന്നാലും ഇതിൽ കയറിയിരുന്ന് യാത്ര ചെയ്യത്തില്ല. ഇപ്പൊ തന്നെ ഇത് നിർത്തണം. വണ്ടി നീ എന്താണ് ഈ കാണിച്ചത്? ഇന്ന് ലോഞ്ച് ചെയ്യേണ്ടത് ഈ വണ്ടിയായിരുന്നു കൊച്ചളിയ, സോർദാറിനെ അല്ല. ഇതിലും ഭേദം ഞാൻ പറന്ന് തന്നെ പോകുന്നായിരുന്നു. നിനക്ക് ഇനിയും പറന്ന് അകത്തോട്ട് വരാൻ കഴിയും പോപ്പട്ടെ. വെറുതെ കഴുതകളെ പോലെ പെരുമാറല്ലേ. കഴുത ഞാനാണ്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. കുട്ടിയെ ഞങ്ങൾ രക്ഷിച്ചല്ലോ, പിന്നെ എന്തിനാ ഈ കിടന്ന് കരയുന്നേ? എന്റെ രണ്ടാമത്തെ മോൻ. ഐഡിയ. താങ്ക് യു. കണ്ടില്ലേ വെല്ലുവിളിയാ, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ചില സമയത്ത് മറ്റുള്ളവർക്ക് സഹായമാകും. ഇപ്പൊ മനസ്സിലായി. അതായത് നമ്മുടെ വീട്ടിലെ വെള്ളത്തിന്റെ പ്രശ്നം ഇവർക്ക് വേണ്ടിയുള്ള സൊല്യൂഷൻ ആണോ? ജിലേബി കടക്കാരൻ ജിലേബിൽ തുപ്പിയിട്ടിട്ട് അത് കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതണ്ട. വേണമെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കാം. യാ. ഒരുപാട് നന്ദിയുണ്ട് സാർ. അയ്യോ സാറല്ല, ഞാൻ ഹണിയാണ്. ഈ കള്ളനെ പിടിക്കാൻ സഹായിച്ചതിന് ന്യൂസിൽ ഞാൻ നിങ്ങളെ പ്രശംസിച്ച് പറയും. ഇത് കണ്ടോ, എത്ര ഫ്രഷ് ആണിത്. ഒന്ന് നിർത്ത്, അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയി. ആന്റി, സോർദാർ മോനെ, നീയായിരുന്നോ? സുഖമാണോ ആന്റി? എനിക്ക് സുഖം തന്നെ മോനെ. അല്ല, ഇവരൊക്കെ ആരാണ്? സോർദാറിന്റെ അനിയന്മാരാ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. സോർദാർ, ഞാൻ നിന്നെ പിന്നീട് വന്ന് കണ്ടോളാം. ഇപ്പൊ ഒരു അല്പം ധൃതിയുണ്ട്. എന്താ ആന്റി, എന്ത് പറ്റി? മോനെ, നിന്റെ അങ്കിളിന്റെ അച്ഛന് ഒട്ടും സുഖമില്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പോണം. നിന്റെ രണ്ടാമത്തെ ആന്റിയുടെ വീട്ടിലേക്ക് ഞാൻ ഇവരെ ഏൽപ്പിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. പക്ഷെ ആന്റി, ഇവരെ അവിടെ എന്തിനാക്കുന്നത്? ഇവര് കുഞ്ഞു കുട്ടികളല്ലേ, ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാ പിന്നെ ഞങ്ങൾക്ക് തന്നേക്ക് ഇവരെ. അത് പിന്നെ വേട ആന്റിയുടെ മകൾക്കും കുട്ടികളുണ്ട്. ആന്റിയുടെ മകൾ ഇവരെ നന്നായിട്ട് നോക്കിക്കോളും. ഞങ്ങൾ നന്നായി നോക്കിക്കോളാം. ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. സംശയമുണ്ടോ? ഇപ്പോഴേ ലേറ്റായി. എല്ലാവരും ഇത് എങ്ങോട്ട് പോയി? മുഖത്ത് വെള്ളം ഒഴിക്കുന്നു, എന്നിട്ട് വീണ്ടും പൗഡർ പൂശുന്നു.
വീണ്ടും വെള്ളം ഒഴിക്കുന്നു, പിന്നെ പൗഡർ വാരി മുഖത്ത് തേക്കുന്നു. നീ എന്തോന്നാണ് ഈ കാണിക്കുന്നത്? ശരി, എന്നാ പിന്നെ ആദ്യം മുഖത്ത് പൗഡർ പൂശാം, എന്നിട്ട് വെള്ളം ഒഴിക്കാം. വീണ്ടും മുഖത്ത് പൗഡർ പൂശുന്നു, എന്നിട്ട് വേഗം വെള്ളം ഒഴിക്കുന്നു. ഇനി ഇവന്റിന് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയാണ്. എന്റെ കൊച്ചളിയ, ഇനിയെങ്കിലും പറ, ഈ ഇവന്റ് ആരാ നടത്തുന്നത്? എന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരൻ ഇപ്പൊ ഒരു കാർ കമ്പനിയുടെ മുതലാളിയാണ്. ആര്, പിങ്കുവോ? അതെ, ടിങ്കു. അവൻ കാർ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവന്റെ കമ്പനിയുടെ പേരും തീരുമാനം കമ്പനി എന്നാണ് ഇട്ടിരിക്കുന്നത്. അവൻ നമ്മളെ ഇവന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനം കമ്പനിയുടെ ഡ്രൈവർലെസ് കാർ വായിച്ചിട്ടുണ്ട്. ഡ്രൈവർലെസ് കാർ ആണോ? അഥവാ വഴിയിൽ വെച്ച് സിഗ്നൽ തെറ്റിച്ചു കഴിഞ്ഞാ പോലീസ് ആരായിരിക്കും പിടിക്കുന്നത് കൊച്ചളിയാ? അയ്യോ, ടിങ്കുവിനെ ആയിരിക്കും പിടിക്കുന്നത്. നീങ്ങി വന്നേ. സത്യത്തിൽ ഈ ലക്ഷ്മിയുടെ സ്കാർ കണ്ടപ്പോ എനിക്ക് ആശ്ചര്യമാണ് തോന്നുന്നത്. ഇതിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല, എടുത്ത് തോളിൽ വെക്കാനാ തോന്നുന്നത്. മിക്കവാറും നീ ഇതിനെ പൊക്കിയെടുത്തോണ്ട് തന്നെ പോകേണ്ടി വരും. കാരണം ഈ വണ്ടിക്കകത്തെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ കാണുന്നേ ഇല്ല. ആഹാ, കൊള്ളാലോ, ഇത് തന്നെ സ്റ്റാർട്ട് ആയല്ലോ. അപ്പൊ ഇത് തന്നെ ഓടുകയും ചെയ്യോ? ഓടിക്കണോ? നീ അപ്പൊ കേട്ടില്ലായിരുന്നു? ഇത് ഡ്രൈവർലെസ് കാറാണ്. അതായത് നീ ബുദ്ധി ഇല്ലാതെ അല്ലേ ചലിക്കുന്നത്, അതുപോലെ തന്നെ ഈ കാറും ഡ്രൈവർ ഇല്ലാതെ തന്നെയാണ് ചലിക്കുന്നത്. സംശയമുണ്ടോ? പോപ്പട്ടെ, നീ പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നിന്റെ വായിന്ന് സാഹിത്യം ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് റേഡിയോയും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ അയ്യോ, എനിക്ക് ഇക്കളിയാവുന്നേ. വിട്, അത് ഇത് വിട്. എന്താ പറഞ്ഞേ? അയ്യോ, ക്ഷമിക്കണം, ദേഷ്യം കൊണ്ട് അറിയാതെ വീണു പോയതാണ്. ഞാനാണ് ആ GPS ഗുല്ലു പ്രസാദ്, ഷിംലാക്കാരനാ. നിങ്ങൾക്ക് സുഖമല്ലേ? അടിപൊളി. അതെ, ഫ്ലൈറ്റിലെ സീറ്റിനെ കുറിച്ചല്ല, നിങ്ങൾക്ക് സുഖമാണോ എന്നാ ചോദിച്ചത്. നിന്റെ തലയിൽ എന്താണ്, ബുദ്ധിയൊന്നുമില്ലേ? ഇതിനു മുമ്പുള്ള കസ്റ്റമറിന് ഈ ഓയിൽ കൊടുത്തപ്പോ ഇങ്ങനെയാണോ സംഭവിച്ചത്? ഓ, നിങ്ങൾ എന്റെ ആദ്യത്തെ കസ്റ്റമറാണ്. അയ്യോ, നന്ദു സൂക്ഷിച്ച്. അല്ല, ഹണി ബണിയൊക്കെ എവിടെ പോയി? ഇനി കള്ളന്മാരെക്കാര് ഹണിയും പണിയും കിഡ്നാപ്പാറ്റും ചെയ്തോ? ഇവന്മാരെ കണ്ടിട്ട് അപകടകാരികളെന്നാ തോന്നുന്നത്. നമ്മുടെ കൂട്ടുകാരെ എന്തായിരിക്കും ഇവന്മാർ ചെയ്യുന്ന ഒരു പിടിയില്ല. ഓ, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കള്ളന്മാരല്ല, നിങ്ങളുടെ കൂട്ടുകാർ ഹണിയും പണിയുമാണ്. സോർദാരെ, ഈ കർത്താവ് പറഞ്ഞത് അവന്റെ പരീക്ഷണത്തിലൂടെ ഞങ്ങളുടെ മുടി വളരുകയും വെട്ടിത്തിളങ്ങുകയും ചെയ്യുമെന്ന്. ഹണി ഒരു കഴുതയാണ്, പക്ഷെ നിന്നെ നിങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല ബണി. ഓ, മുടിയാണെങ്കിൽ തിളങ്ങിയില്ല, പക്ഷെ വൃത്തിയിൽ വെട്ടിത്തിളങ്ങിയിരുന്ന നമ്മുടെ ഈ വീട് ഇപ്പൊ അലങ്കോലായി കിടക്കുന്നത് കണ്ടില്ലേ? ഇനിയിപ്പോ ഇതെല്ലാം വൃത്തിയാക്കേണ്ടി വരും. അതൊക്കെ പിന്നീടാവാ സോർദാറെ. ആദ്യം നമുക്ക് ഇവന്മാരെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇവരുടെ മുടി നമുക്ക് മുറിച്ചു കളയാം. ഞാൻ പോയി കത്രിക എടുത്തോണ്ട് വരാം. ചെറിയ കത്രിക കൊണ്ട് കാര്യം നടന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് വലിയൊരു കത്രിക സംഘടിപ്പിക്കാന്നേ. സംശയമുണ്ടോ? ദാ. ഇപ്പൊ എല്ലാം ശരിയായതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും തന്നെ ശരിയായിട്ടില്ല. വേണ്ട, പുറത്തേക്ക് പോവണ്ട. ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചത് അബദ്ധമായി പോയി. സംശയമുണ്ടോ?
ഇന്നാണ് പറക്കലിന്റെ മഹത്വം ഞാൻ അറിഞ്ഞത്. തറയിലെങ്ങാനും ആയിരുന്നു നിന്നിരുന്നെങ്കിൽ ഇപ്പൊ എനിക്കും പണി കിട്ടിയേനെ. സംശയമുണ്ടോ? പോപ്പട്ടെ, അവന്മാരെ വേഗം പിടിക്ക്. നിന്നോട് പറഞ്ഞത് അവിടെ നിൽക്ക്, അവിടെ നിൽക്കാൻ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നോണ്ടിരിക്കുവാണ്. നേരെ വീട്ടിലേക്കാ വരുന്നത്. ലേറ്റ് ആയതുകൊണ്ടാ. ഇവരെ എത്രയും പെടുത്ത് പിടിക്കണം. ഹണിയും മണിയും പോപ്പട്ടെ എങ്ങോട്ട് പോയി? ഈ കുരുത്തം കെട്ടാനൊക്കെ ഏതെങ്കിലും മുറി പൂട്ടിയിടുക വേണ്ടത്. സംശയമുണ്ടോ? ഹണി, അവരിതാ വെള്ളത്തിൽ മുങ്ങി പോവുകയാണ്. ആരെയും ഇപ്പൊ രക്ഷിക്കേണ്ടത്? ഡബിലുള്ളതിനാണോ അതോ സ്വിമ്മിംഗ് പൂളിലുള്ളതിനാണോ? എടാ കഴുതേ, ആദ്യം ആ പൂളിലുള്ളതിനെ രക്ഷിക്കാം. നീ പോയി മറ്റുള്ളവനെ രക്ഷിക്ക്. നോക്കൂ, കൊക്കയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് നമ്മൾ കൊക്കയെ കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഈ കൊക്കയ്ക്ക് 60,000 അടി ആഴമുണ്ട്. പിന്നെ 600-ൽ കൂടുതൽ വീതിയുണ്ട്. മറ്റൊരു കാര്യം, 100-ൽ 1 വണ്ടി മാത്രമേ ഇതിൽ വീഴാറുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടുവോ? ഇല്ല, 100-ൽ 1 വണ്ടി ഇതാണ്. ഈ കാർ അടിപൊളിയാണ്. നിങ്ങൾ എന്തായി ചെയ്തത്? എന്തിനാണ് ചെയ്തത്? എന്താ ചെയ്തത്? എന്തിനാ ചെയ്തത്? ഇതിൽ ഏതിന്റെ ഉത്തരം ആദ്യം വേണ്ടത്? എടാ, രണ്ടിന്റെ ഉത്തരം ഒന്ന് തന്നെയാണ്. ഇവരെ നമ്മുടെ കൂടെ നിർത്തേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. നീ എന്ത് വർത്താനാ സോർദാറ ഈ പറയുന്നേ? ഇത് നിന്റെ അനിയന്മാരല്ലേ? സംശയമുണ്ടോ? അതിലെന്താ സംശയം? ഇപ്പൊ ആന്റി പറഞ്ഞതല്ലേ ഉള്ളൂ. ഇത് സോർദാറിന്റെ അനിയന്മാർ തന്നെയാ. പക്ഷെ ഇവരെ നമ്മളെ കൂടെ നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യത്തിൽ ഇവർക്ക് പറ്റിയത് ബേബി ചേച്ചിയുടെ വീടാണ്. അതെന്താ? ഇതാ കണ്ടില്ലേ ഇവർ വളരെ ചെറുതാണ്. ബേബി ചേച്ചിക്കും കുട്ടികളുണ്ടല്ലോ. ചേച്ചിക്ക് നന്നായിട്ട് അറിയാം കുട്ടികളെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്. നമുക്ക് നോക്കാലോ സോർദാറെ. ഇതിനു മുമ്പ് നമ്മൾ കുട്ടികളെ നോക്കിയിട്ടുള്ളതല്ലേ? എടാ, ഇവർ വളരെ ചെറുതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവര് കുഞ്ഞുങ്ങളല്ലേ. പാലും ബ്രെഡും കൊടുക്കാം, അത് കഴിച്ചുറങ്ങിക്കോളും. പിടിക്കവരെ. പേടിക്കണ്ട, ഇപ്പൊ പിടിക്കാൻ ഞങ്ങളവരെ. മോഷ്ടിക്കുന്നോ? അയ്യോ അങ്കളെ, ഇത് കളിപ്പാട്ടങ്ങളല്ല, ഞങ്ങളുടെ കൊച്ചനിയന്മാരാ. ഓ സോറി. ആ വേഗം വാ, നമുക്ക് ഇവരെ ഇവരുടെ അനിയന്മാരുടെ അടുത്ത് എത്തിക്കാം. വാ. ദാ നിന്റെ അനിയന്മാരെ കിട്ടി.
ഇവരിനി എങ്ങോട്ടെങ്കിലും ഓടുന്നതിന് മുൻപ് നമുക്ക് വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകാം. സോർദാറെ, ഇവർക്ക് പാലും ബ്രെഡും കൊടുക്കാം. അവരത് കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. ഇവരെന്നെ സ്നേഹിച്ച് കൊല്ലുവാണ്. എടാ അവര് നിന്നെ സ്നേഹിക്കുന്നതല്ല, നിന്റെ മുഖത്ത് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് നക്കിയെടുക്കുന്നതാ. സംശയമുണ്ടോ? ജോർദാറെ, ഇവർക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. വേണ്ട.